CPM ഇസ്ലാമോഫോബിയ വളർത്തുകയാണെന്നും സംഘപരിവാറിന്റെ അജണ്ട ഏറ്റെടുക്കുകയാണെന്നും ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ പി മുജീബ് റഹ്മാൻ പറഞ്ഞു. മലപ്പുറത്തെ കേസ് വർധനവ് പരിശോധിക്കണമെന്നും പുനരന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ലവ് ജിഹാദ്, സ്വർണ്ണക്കടത്ത്, മലപ്പുറത്തെക്കുറിച്ചുള്ള ആഖ്യാനങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ CPM ഉയർത്തുന്ന വാദങ്ങൾ മുസ്ലിം വിദ്വേഷത്തിന് ഇന്ത്യയിലുടനീളം സംഘപരിവാർ ഏറ്റെടുക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. തൃശൂർ പൂരം കൽക്കൽ വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നടക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. CPMന് പനി വന്നാലും ആ ക്യാപ്സൂൾ അവൈലബിൾ ആണ്, ജലദോഷം വന്നാലും ആ ക്യാപ്സൂൾ അവൈലബിൾ ആണ്. ഇപ്പോൾ വളരെ ശക്തമായ എന്തെങ്കിലും ഇഷ്യൂസ് വന്നാലും അതേ ക്യാപ്സൂളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാം ആ ക്യാപ്സൂൾ കൊണ്ട് മറികടക്കാൻ പറ്റുന്നതല്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ആ ക്യാപ്സൂളുമായിട്ട് ആളുകൾ കഷ്ടപ്പെടുന്നത് കാണുന്നത് കൊണ്ടുകൂടിയാണ് ഞാനിത് പറഞ്ഞത്. ഇവിടെ യഥാർത്ഥ വിഷയത്തിൽ നിന്ന് വഴിതിരിച്ചു വിടാനുള്ള വളരെ ആസൂത്രിതമായ ശ്രമം CPMൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട്. CPMൻ്റെ പോലീസ് സേനയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടും ഗൗരവത്തിലുള്ള ചില വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. വസ്തുതാപരമാണ്, വിമർശനങ്ങളുണ്ട് എന്നുള്ളത് വസ്തുതാപരമാണ്. ആ വിഷയത്തെ രാഷ്ട്രീയമായി നേരിടുന്നതിനും അതിനെ ഒരു ഭരണകൂടം എന്ന അർത്ഥത്തിൽ പരിശോധിക്കുന്നതിനും പകരമായി വളരെ അപകടകരമായ ഒരു നരേറ്റീവ് രൂപപ്പെടുത്തിയെടുത്ത് അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനാണ് CPM ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതീവ ഗുരുതരമായ വിമർശനങ്ങളെ അതിജീവിക്കാൻ അല്ലെങ്കിൽ മറികടക്കാൻ അത്യന്തം അപകടകരമായ ഒരു നരേറ്റീവാണ് CPM ഇപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 8-10 വർഷങ്ങളായി അല്ലെങ്കിൽ അതിലേറെ വർഷങ്ങളായി സംഘപരിവാർ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു നരേറ്റീവാണ് ദേശവിരുദ്ധ പ്രവർത്തനം, മലപ്പുറം ജില്ല, വർഗീയത തുടങ്ങിയുള്ള ഒരുപാട് ആശയങ്ങൾ ഉയർത്തുക എന്ന് പറയുന്നത്. സമാനമായ സ്വഭാവത്തിലാണ് ഇപ്പോൾ CPMൻ്റെ ഭാഗത്ത് നിന്ന് CPMനെതിരെ ഉയർന്നു വന്ന വിമർശനങ്ങളോട് CPM സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമീപനം. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് കഴിഞ്ഞ 30-ന് നമ്മുടെ മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയി കൊടുത്ത ഇൻ്റർവ്യൂ. അത് വളരെ ബോധപൂർവം തന്നെയാണ്. ദേശീയ മീഡിയകളിൽ അത് വരട്ടെ എന്ന് നമ്മുടെ മുഖ്യമന്ത്രി തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ ഒരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലെ എയർപോർട്ട് ഉപയോഗിച്ച് മലപ്പുറം ജില്ലയിൽ കോടിക്കണക്കിന് ഹവാല പണം വരികയും അത് ദേശവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന്. നാളെ കേന്ദ്ര സർക്കാർ കേരളീയ സമൂഹത്തിനെതിരെ മാത്രമല്ല കേരളത്തിന് മൊത്തം തീവ്രവാദത്തിൻ്റെ ഹബ്ബാണ് എന്ന് പറയുന്നതിന് ന്യായമായി ഉന്നയിക്കാൻ സാധ്യതയുള്ളൊരു നെഗറ്റീവാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതിനുശേഷം മുഖ്യമന്ത്രി അതിൽ നിന്ന് ഞാനത് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ പിന്നെ ആരാണ് പറഞ്ഞത്? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതുമായി ബന്ധപ്പെട്ട് വിവാദം ഇപ്പോൾ കത്തി നിൽക്കുകയാണ്. ഏറ്റവും അവസാനം മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം ഞാൻ കണ്ടു. ആ പത്രസമ്മേളനവുമായി ബന്ധപ്പെട്ടും മുഖ്യമന്ത്രിയോട് ആരാണിത് പറഞ്ഞു എന്ന് ചോദിക്കുന്നതിന് മുഖ്യമന്ത്രിക്ക് കൃത്യമായ ഉത്തരമില്ല. ജെയ്സനാണ് യഥാർത്ഥത്തിൽ അതുമായി ബന്ധപ്പെട്ട മീഡിയ PR ഏജൻസി എന്ന് പറയുന്നത്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം കേരളീയ സമൂഹത്തിൽ കമ്മ്യൂണൽ പോളറൈസേഷൻ സൃഷ്ടിക്കാൻ മാത്രം പോകുന്ന, ഒരു ജില്ലയെ അപരവൽക്കരിക്കാൻ പോകുന്ന, ഒരു കമ്മ്യൂണിറ്റിയെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്ന അത്യന്തം അപകടകരമായ ഒരു നരേറ്റീവാണ് ഹിന്ദു പത്രത്തിൽ വന്ന ഈ ഇന്റർവ്യൂവിലെ നരേറ്റീവ് എന്ന് പറയുന്നത്. അത് രാജ്യത്ത് ഒരുപാട് അപകടകരമായ കമ്മ്യൂണൽ പോളറൈസേഷന് വഴി തുറക്കാവുന്ന ഒരു നരേറ്റീവാണ്. അത് അദ്ദേഹം അറിയാത്തതാണ്, അദ്ദേഹം ഇച്ഛിക്കാത്തതാണ്. CPM അതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല എങ്കിൽ മുഖ്യമന്ത്രിയെ പോലെയുള്ള ഒരാളെ കുറിച്ച് കൈസൻ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വ്യാജരേഖ ചമക്കുന്നത് എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പൊ ഈ ഒരു സ്വഭാവത്തിൽ ഒരു ദേശത്തെ, ഒരു സമുദായത്തെ, ഒരു പ്രത്യേക വിഭാഗത്തെ അപരവൽക്കരിക്കുന്ന സ്വഭാവത്തിൽ ഇസ്ലാമോഫോബിയയുടെ മറപിടിച്ച് തങ്ങളകപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധിയെ മറികടക്കാമെന്നുള്ള അത്യന്തം അപകടകരമായ ഒരു സ്ട്രാറ്റജിയാണ് കുറച്ചു കാലങ്ങളായി കേരളത്തിൽ CPM സ്വീകരിക്കുന്നത്. ഒരു കമ്മ്യൂണിറ്റിയോടുള്ള, ഒരു ജനതയോടുള്ള കേരളത്തിൽ നിലനിൽക്കുന്ന കമ്മ്യൂണൽ ഹാർമണിക്കെതിരെയുള്ള വെല്ലുവിളിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതൊരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയാത്തതാണ്. വിയോജിക്കുന്നവരെ, അതുപോലെ തന്നെ തങ്ങൾക്കെതിരായ ഏതെങ്കിലും ജനാധിപത്യപരമായ സംവിധാനത്തിൽ ഇൻവോൾവ് ചെയ്യുന്നവരെ വർഗീയ ചാപ്പ കുത്തുന്നത്, തീവ്രവാദ ചാപ്പ കുത്തുന്നത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ സദാചാരമില്ലായ്മയാണെന്ന് പറയേണ്ടി വരും. കേരളത്തിലൊരു ഇസ്ലാമോഫോബിക് അന്തരീക്ഷമുണ്ട്. ആ ഇസ്ലാമോഫോബിക് അന്തരീക്ഷം ഉയർത്തി അതിൽ ജമാഅത്തെ ഇസ്ലാമിയെ ടൂളാക്കി മുസ്ലിം കമ്മ്യൂണിറ്റിയെ അപരവൽക്കരിച്ച് മറുഭാഗത്ത് വോട്ട് കൺസോൾട്ടേഷൻ നടത്തുക എന്ന് കുറച്ചു കാലമായി CPM നടത്തിക്കൊണ്ടിരിക്കുന്ന അപകടകരമായ പൊളിറ്റിക്സിൻ്റെ ടൂളായിട്ടാണ് അവർ ജമാഅത്തെ ഇസ്ലാമിയെ കാണുന്നത്. ദേശീയ രാഷ്ട്രീയത്തിൽ സംഘപരിവാറിനെ നേരിടുന്നിടത്ത് പ്രബല കക്ഷി കോൺഗ്രസ്സാണ്.
ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ മാത്രം നെറേറ്റീവ് അല്ല. CPIM എന്ന ദേശീയ തലത്തിലെടുത്ത നെറേറ്റീവ് കോൺഗ്രസ്സാണ്. നേരത്തെ CPM-ന്റെ മുഖ്യ പ്രതിയോഗി ആരാ? ബൂർഷ പാർട്ടി ആരാ? കോൺഗ്രസ്സാണ്. ഇത് CPM കേരളത്തിൽ തകരരുത് എന്നാണ് ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിക്കുന്നത്. വളരെ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, കേരളത്തിൽ UDF-ഉം LDF-ഉം നിൽക്കുന്ന ഇരു മുന്നണികളും നിലനിൽക്കുന്ന കാലത്തോളം സംഘപരിവാറിൻ്റെ കടന്നുവരവിനെ തടയിടാൻ കഴിയുള്ളൂ. കേരളത്തിൽ CPM തകരുന്നത് യഥാർത്ഥത്തിൽ സംഘപരിവാറിനാണ് വഴി തുറന്നു വെക്കുക. അതുകൊണ്ട് കേരളത്തിൽ CPM തകരരുത്, ഇടത് വലത് കക്ഷികളുണ്ടാകും. അതുകൊണ്ടുകൂടിയാണ് CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഗൗരവത്തിൽ ആലോചിക്കേണ്ട കാര്യം കൂടിയാണ് അത്. KT ജലീൽ കുറ്റിപ്പുറത്ത് മത്സരിച്ചപ്പോൾ ജമാഅത്തെ ഇസ്ലാമി സഹായിച്ചല്ലേ. സംഘടനാ ഭാരവാഹികളായ ശിഹാബ് പൂക്കോട്ടൂർ, കുഞ്ഞി മുഹമ്മദ് മുരിങ്ങൽ തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ്. കനക ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തനത്താണി. മാറുന്ന ലോകം, മാറ്റത്തിനൊപ്പം.